ഹേ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ തപ്പിപ്പിടിച്ച് ഞാനും ചേച്ചി എങ്ങനെയല്ലോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വഴിക്കൊന്നും അല്ല വരേണ്ടത്. വരുന്ന വഴിക്ക് ഒരു അച്ചാച്ചനോട് ചോദിച്ചാൽ പറഞ്ഞു കുത്തനെയുള്ളൊരു റോഡ് കാണും. കുത്തനെയുള്ള റോഡ് തപ്പി ലാസ്റ്റ് നമ്മൾ ഇടയിലും എത്തി ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഗൂഗിൾ മാപ്പും പിന്നെ ആടുന്ന് അപ്പുറത്തോട്ട് അനങ്ങുന്നില്ല. അപ്പോൾ ആടെയില്ല ഉപ്പൂപ്പേനോടും ഉമ്മേനോട് ചോദിച്ചാൽ പറഞ്ഞത് ഇതിലേ കുറേ പിള്ളേർ പോകുന്നുണ്ടായിരുന്നു, മക്കളെ ഇതിൽ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയിട്ട് കല്ലും മുള്ളും എല്ലാം താണ്ടി ഇല്ല വഴിയിലേക്ക് കിട്ടിയ പോലെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത് പറഞ്ഞിട്ട് ചേച്ചിക്ക് വിശ്വാസമില്ല. ചേച്ചി ചോദിക്കുന്നത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ടൂറ് പോയിട്ടുണ്ടെങ്കിലും നമ്മളെ സ്കൂളിൽ നിന്നും വെള്ളച്ചാട്ടത്തിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. സോ എൻ്റെ ഫസ്റ്റ് വെള്ളച്ചാട്ടം എവർ. സോ ഞാൻ നല്ലോണം എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇത് കുറച്ചേ വെള്ളമില്ലൂ. മഴ കുറവായതുകൊണ്ട് വെള്ളം നല്ലോണം കുറവാണ്. ഇതിനേക്കാളും എല്ലാം വെള്ളം ഉണ്ടാകുന്ന പറയപ്പെട്ട് കേട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പം. പിന്നെ അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത്യാവശ്യം ആളെല്ലാം ഉണ്ടായിന്. പിന്നെ വലിയ പ്രിപ്പറേഷനോടെ ഒന്നും പോയതല്ല, നനയണം എന്നുള്ള പ്ലാനിലോ ഒന്നും പോയതല്ല. പക്ഷേ വെള്ളം കണ്ടു കഴിയുമ്പോൾ ഒന്നും പറയണ്ട, കൺട്രോള് പോയി, നനഞ്ഞു. ചേച്ചിയാണ് കേട്ടോ ഫുൾ മോട്ടിവേഷൻ. ഞാൻ വിചാരിച്ച ചേച്ചി കുറച്ച് ഷൈ ഒക്കെ ആണെങ്കിൽ, പക്ഷെ വിചാരിച്ച പോലെ എല്ലാ നല്ല സപ്പോർട്ടാണ്. ആളത് ഫസ്റ്റ് മുന്നിലേ പോയിട്ട് എന്നോട് പറയും അവിടെ തെന്നുന്നുണ്ട്, അതിൽ നടക്കണ്ട, ഇവിടെ തെന്നുന്നുണ്ട്, അവിടെ സൂക്ഷിക്കണം, അവിടെ എങ്ങനെയാണ് ഇങ്ങോട്ട് നിന്നോ എല്ലാം പറഞ്ഞ് സെറ്റാക്കി തരുന്നത് ചേച്ചിയാണ്. പിന്നെ നമ്മൾ രണ്ടാളും നനഞ്ഞു. നല്ല തണുത്ത വെള്ളം, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ചില സമയത്ത് ഇരിക്കുന്ന സ്ഥലത്ത് മീനെല്ലാം എന്നെ കടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് 2 തട്ടുണ്ട്, ആക്ച്വലി 2 അല്ല 3 തട്ടുണ്ട്. കുറച്ച് പിള്ളമാർ താഴ്ന്ന് മീൻ പിടിക്കുന്നുണ്ട്, കുറച്ച് പിള്ളമാർ മീത്തി ഉണ്ടായിരുന്നു. നമുക്കും ഒരു മീത്ത പോയി നോക്കിയാലൊന്നുമില്ല തോട്ട് വന്നു. അങ്ങനെ നമ്മളും മീത്ത പോയി. ഇത് കണ്ടോ, ഇതാണ് ശരിക്കും ഇതിൻ്റെ എൻട്രൻസ്. അതായത് ഈ വഴിയിലാണ് വരേണ്ടത്, നമ്മൾ വഴിതെറ്റി വന്നവരാണ്. പിന്നെ മീത്തിലേക്ക് കയറി കയറി കഴിയുമ്പോഴേക്ക് അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. കാലെല്ലാം ഇടിച്ചു, 2 തൊട്ട് വീഴാനെല്ലായി. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ ചേച്ചി അങ്ങ് കോൺഫിഡൻസ് തന്നു, അങ്ങോട്ട് നിന്നോ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ട്, അവിടെയെല്ലാം നല്ലോണം തെന്നുന്നുണ്ടായിനി. പിന്നെ ഞാനിങ്ങനെ മെല്ലെ പിടിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതെന്താപ്പം ഇവിടെ ഇത്രയും ചെറിയ ഹൈറ്റിലെല്ലാം ഇടുക, പിന്നെ അതിനെ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നല്ലോണം തെന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നോക്കുമ്പോഴേക്കും സമയം ഏകദേശം നല്ലോണം ആയിട്ടുണ്ട്. അതിലും മുകളിലത്തെ തട്ടിലേക്കൊന്നും കയറാൻ നിന്നിട്ടാ. രണ്ടാളും നല്ലോണം നനഞ്ഞു, തണുക്കാനെല്ലാം തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തണം. രാവിലെ കീഞ്ഞതാണ് PSCക്ക് പോകുന്നതെന്നും പറഞ്ഞ് ഇപ്പോൾ 2 ആളെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ആളെല്ലാം കീഞ്ഞ് വരും. അങ്ങനെ ആദ്യമായിട്ട് വെള്ളച്ചാട്ടം കണ്ട സന്തോഷത്തിൽ നമ്മൾ 2 ആളും തിരിച്ചു പോവേന്ന്. ഇപ്പം കീഞ്ഞാൽ ഇരുട്ടാകുമ്പോഴേക്കെങ്കിലും വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.